الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه وذرياته أجمعين. أما بعد فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم لك الحمد كله ولك الشكر كله، وإليك يرجع الأمر كله علانيته وسره. أهل أنت أن تحمد، وأهل أنت أن تعبد، إنك على كل شيء قدير. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. يا صاحب البغداد كل حاضري، يا مطلب الحاجات عبد القادر، يا صاحب الأجمير كل ناصري، يا مطلب الحاجات خواجة سنجري. وعلى محمد سيدنا مولانا محمد. ഏറെ ആദരണീയരായ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആലക്കാട് ജുമാ മസ്ജിദിന്റെ ഖത്തീബ് ഹാഫിദ് റാഷിദ് അബു റൈഹാൻ അബറാരി ഉസ്താദ് അവറുകളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സഹൃദയരായ സഹോദരങ്ങളെ, എൻ്റെ പ്രിയ സ്നേഹിതൻ, എൻ്റെ കൂടെ വന്ന പ്രിയപ്പെട്ട ഷമീർ ഉസ്താദ് കുന്നുങ്കൈ അവറുകളെ, ഈ അനുഗ്രഹീതമായ സദസ്സിനെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയിട്ടുള്ള ബഹുമാന്യരും ആദരണീയരുമായ മുഅ്മിനീങ്ങളെ, പ്രിയം നിറഞ്ഞ മുഅ്മിനാത്തുകളെ, വളരെ ഹൃദ്യവും പരിശുദ്ധവും പരിപാവനവുമായ ഒരു സംഗമത്തിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് ഈ സദസ്സ് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ സമസ്ത അപരാധങ്ങളും ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇന്നലകളിൽ നമ്മളോട് വിട പറഞ്ഞുപോയ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിൻ്റെ അപാരവും അപരിമേയവുമായ അനുഗ്രഹത്താൽ ആലക്കോട് നൂറുൽ ഇസ്ലാം സംഘം, ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററും സംഘടിപ്പിച്ചിട്ടുള്ള സ്വലാത്ത് വാർഷികത്തോടനുബന്ധമായി നടക്കുന്ന മതവിജ്ഞാന സദസ്സിന്റെ സമാപന സംഗമത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ഇതിനവസരം നൽകിയ സർവാദിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് 1000 സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ. അതോടൊപ്പം ഈ പരിപാടി ഇത്രമേൽ മനോഹരമാക്കുന്നതിന് വേണ്ടി ഓടി നടന്നവർ, അധ്വാനിച്ചവർ, കഷ്ടപ്പെട്ടവർ, അവിശ്രമ പരിശ്രമം നടത്തിയവർ, എല്ലാത്തിലുമുപരിയായി സാന്നിധ്യം കൊണ്ട് ഈ സംഗമത്തെ വിജയിപ്പിച്ച മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു ഇരുവീട്ടിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്യുകയാണ്.
ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രൗഢമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിപാടിയുടെ സമാപന ദിവസത്തിലാണ് നമ്മളിവിടെ സംഗമിച്ചിട്ടുള്ളത്. ആദരണീയനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഏതാനും സമയത്തിനുള്ളിൽ വന്നരായ സയ്യിദ് അവർകൾ ഇവിടെ വരും, നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. അള്ളാഹു മഹാനുഭാവന് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതുപോലെയുള്ള നന്മയുടെ സംഗമങ്ങൾ ഭൂമിക്ക് മുകളിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും പ്രതിഫലാർഹമായ ഒരു ഇബാദത്താണ് എന്ന് നമ്മൾക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള സംഗമങ്ങളിലൊക്കെ ഒരുമിച്ച് കൂടാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നത്. പൊതുവിൽ ഇതുപോലെയുള്ള പരിപാടികളിലൊക്കെ ഇന്ന് ആളുകളുടെ സാന്നിധ്യം വളരെ വിരളമാണ്, കുറവാണ്. എത്ര വലിയ പ്രചരണങ്ങൾ നടത്തിയാലും ഇതുപോലെയുള്ള ആത്മീയമായ സംഗമങ്ങളിൽ ആളുകൾ എത്തിച്ചേരാൻ മടിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയെല്ലാം നല്ല ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, നന്ദിയുള്ളവരെ കുറിച്ച്, അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ള പദം ഖലീലുൻ എന്ന അറബി പദമാണ്. ഖലീലുൻ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ് അതിന്റെ അർത്ഥം, ന്യൂനപക്ഷം. വഖലീലുൻ മിൻ ഇബാദിയ ശുകൂർ, എൻ്റെ അടിമകളിൽ നന്ദിയുള്ളവർ വളരെ കുറവാണ് എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പൊ നല്ലവരെ പറ്റി പറയാൻ, നന്ദിയുള്ളവരെ പറ്റി പറയാനൊക്കെ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ള പദം കുറഞ്ഞ ആളുകൾ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ അതേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മോശപ്പെട്ട ആളുകളെ കുറിച്ച്, തെമ്മാടികളെ കുറിച്ച്, നരകാവകാശികളെ കുറിച്ചൊക്കെ പറയാൻ ഉപയോഗിച്ചിട്ടുള്ള പദം അക്സർ അല്ലെങ്കിൽ കസീർ എന്ന അറബി പദമാണ്. ഉദാഹരണമായി വഅക്സറുഹുമുൽ ഫാസിഖൂൻ, വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രയോഗമാണിത്. വഅക്സറുഹുമുൽ ഫാസിഖൂൻ, അധിക ജനങ്ങളും ഫാസിഖൂൻ തെമ്മാടികളാണ്. ജനങ്ങളിൽ അധിക പേരും അള്ളാഹനെ അറിയാത്തവരാണ്. അപ്പൊ എപ്പോഴും നന്മയുടെ വഴിയിൽ ആളുകൾ വളരെ വിരളമായിരിക്കുമെന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള നന്മയുടെ സംഗമങ്ങൾ എവിടെ കണ്ടാലും അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമാകണമെന്നാണ് ആമുഖമായി എന്നെ കേൾക്കുന്ന ബഹുമാന്യ സഹോദരങ്ങളോട് സസ്നേഹം സവിനയം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതുപോലെയുള്ള നന്മയുടെ സംഗമങ്ങൾ എവിടെ കണ്ടാലും അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. നാളെ നമ്മുടെ നന്മയുടെ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്ന അമലുകളിൽ ഇത്തരം നന്മയുടെ സംഗമങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കൂടിയ സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകളൊക്കെയാണ് ഉണ്ടാവുക എന്നതും നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലതിനു വേണ്ടി ഒരുമിച്ച് കൂടാനും നമുക്കേവർക്കും അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നുകൂടെ ആമുഖമായി സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മുടെ നാട് മാഷാ അല്ലാഹ് എന്തുകൊണ്ടും അനുഗ്രഹീതമായ നാടാണ്. നമ്മുടെ നാട് എല്ലാ അർത്ഥത്തിലും ആത്മീയമായി ഖാലിഖായ അള്ളാഹുവിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരുപാട് സംഗമങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായ നാടാണ് നമ്മുടെ നാട്. ഇതുപോലെയുള്ള മനോഹരമായ സംഗമങ്ങൾ, ആത്മീയ മജ്ലിസുകൾ, വഅദിന്റെ സദസ്സുകൾ നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ, എല്ലാ മഹല്ലത്തുകളിലും പ്രതിവർഷമോ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലോ ഒക്കെ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. ഇതുപോലെയുള്ള വഅദിന്റെ മജ്ലിസുകളിൽ നമ്മൾ കേൾക്കുന്ന ആ മനോഹരമായ പ്രഭാഷണങ്ങളിലൂടെയാണ് നമ്മൾ ദീനിയായ പല കാര്യങ്ങളും നമ്മൾ സ്വായത്തമാക്കുന്നത്, വിജ്ഞാനങ്ങൾ നമ്മൾ കരഗതമാക്കുന്നത്. അതുവഴി നമ്മുടെ ആത്മീയമായ വഴികൾ നമ്മൾ ചിട്ടപ്പെടുത്തുന്നത് ഒക്കെ ഇതുപോലെയുള്ള മനോഹരമായ സംഗമങ്ങളിലൂടെയാണ്. എന്ന് വിശുദ്ധ ഖുർആൻ ആളുകളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ പറഞ്ഞു കൊടുക്കൽ അത് വിശ്വാസികൾക്ക് എപ്പോഴും ഉപകാരപ്പെടും എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പലപ്പോഴും ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള വഅദ് മജ്ലിസുകളെ കൊണ്ടെന്താണ് ഉപകാരം?
ആർക്കാണ് അതുകൊണ്ട് ഉപകാരമുള്ളത്? എന്തിനാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നൊക്കെ ചിലരെങ്കിലും എന്ന് ചോദിക്കാറുണ്ട്. അത്തരം ആളുകളോട് നമുക്ക് നൽകാനുള്ള മറുപടി വിശുദ്ധ ഖുർആനിന്റെ ഈ ഒരു വചനമാണ്. ഫദക്കിർ ഫഇന്നദ്ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടും വഅലുകൾ, ഉപദേശങ്ങൾ. തീർച്ചയായും നമ്മുടെ ആത്മീയമായ വഴികൾ ചിട്ടപ്പെടുത്താൻ നമുക്കിതുപോലെയുള്ള വഅലിന്റെ സദസ്സുകൾ നമുക്കെപ്പോഴും അനിവാര്യമാണ്, അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരായ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഇത്തരം നന്മയുടെ സദസ്സുകളിൽ വന്നിരുന്ന് വഅലുകൾ കേട്ട് നമ്മുടെ കുടുംബജീവിതം ചിട്ടപ്പെടുത്താൻ, നമ്മുടെ ദാമ്പത്യ ജീവിതം മനോഹരമാക്കി മാറ്റാനൊക്കെ നമുക്ക് സാധിക്കണം. തീർച്ചയായും നമ്മുടെ സമൂഹത്തിന് അത് സാധിക്കുന്നുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ട്. നമുക്കറിയാം, സന്താനങ്ങൾ വലിയ അനുഗ്രഹമാണ്. അതുപോലെ സമ്പത്ത് അല്ലാഹു നമുക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അവകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആഫിയത്ത്, ആരോഗ്യമെന്ന് പറയുന്നത്. സലുല്ലാഹ അൽ ആഫിയ എന്ന് പലപ്പോഴും ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ ഉപദേശിച്ചിട്ടുള്ളതാണ്. സലുല്ലാഹ അൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കണം എന്നാണ് പുണ്യനബി തങ്ങൾ പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം. ആഫിയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ്. മൻ അസ്ബഹ ആമിനം ഫീ സിർബി, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ മനോഹരമായ ഒരു വചനമാണിത്. മൻ അസ്ബഹ ആമിനം ഫീ സിർബി മുആഫൻ ഫീ ജസദി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ. അർത്ഥഗർഭമായ മുത്തനബി തങ്ങളുടെ പ്രൗഢമായൊരു വചനമാണിത്. മൻ അസ്ബഹ ആമിനം ഫീ സിർബി, ഒരാൾ താൻ താമസിക്കുന്ന ചെറ്റക്കുടിലാണെങ്കിൽ അത്, അല്ലെങ്കിൽ വലിയ കൊട്ടാര സമാനമായ വീടാണെങ്കിൽ അത്, എന്താണെങ്കിലും ഒരാൾ താമസിക്കുന്ന വീടിൻ്റെ അകത്ത് അയാൾ പ്രഭാത സമയത്ത് നിർഭയനായി എഴുന്നേൽക്കാൻ അയാൾക്ക് സാധ്യമാകുന്നുവെങ്കിൽ മുആഫൻ ഫീ ജസദി, നിർഭയനായി അയാളുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ അയാൾക്ക് രാവിലെ എഴുന്നേൽക്കാനാവുന്നുവെങ്കിൽ, അതുപോലെ മുആഫൻ ഫീ ജസദി, അയാൾക്ക് പരിപൂർണമായി ആരോഗ്യത്തോടെ എഴുന്നേൽക്കാൻ കഴിയുന്നുവെങ്കിൽ, പരസഹായം കൂടാതെ, ആരുടെയും സഹായമില്ലാതെ ഇരിക്കാനും നടക്കാനും എഴുന്നേൽക്കാനും ബാത്റൂമിൽ പോവാനും കാര്യങ്ങളൊക്കെ സ്വന്തമായി നിർവഹിക്കാനും ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ, ഇൻദഹു ഖൂതു യൗമിഹി, അതുപോലെ ആ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാൾക്ക് കഴിക്കാനുള്ള അന്നം, ഭക്ഷണം അയാളുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ, അയാൾ ഈ ദുനിയാവ് മുഴുവനും ഒരുമിച്ച് കൂട്ടിയവനെ പോലെയാണ് എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ദുനിയാവ് മൊത്തം ഒരുമിച്ച് കൂട്ടിയവനെ പോലെയാണ് അയാൾ. അയാൾക്ക് നിർഭയനായി വീടിനകത്ത് എഴുന്നേൽക്കാൻ കഴിയുന്നുവെങ്കിൽ, ആരെയും ഭയപ്പെടാതെ പേടിക്കാതെ, അതുപോലെ ആരുടെയും സഹായമില്ലാതെ എഴുന്നേൽക്കാനൊക്കെ അയാൾക്ക് സാധ്യമാകുന്നുവെങ്കിൽ, അയാൾ ഈ ദുനിയാവ് മുഴുവനും ഒരുമിച്ച് കൂട്ടിയവനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ ആ വലിയ അനുഗ്രഹം വേണ്ടുവോളം ആസ്വദിക്കുന്നവരാണ്. സ്വസ്ഥമായി നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നമ്മൾ എഴുന്നേൽക്കുന്നു, ആരുടെയും സഹായമില്ലാതെ നടക്കാനും ഇരിക്കാനും ഒക്കെ നമുക്ക് സാധ്യമാകുന്നു. അന്നന്നത്തെ ഭക്ഷണം കഴിക്കാനുള്ളത് നമ്മുടെ കയ്യിൽ അല്ലാഹു നൽകുകയും ചെയ്തിരിക്കുന്നു. ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ, ഇങ്ങനെ ഒരു സൗഭാഗ്യം ഒരാളിലുണ്ടെങ്കിൽ അയാൾ ദുനിയാവ് മുഴുവനും ഒരുമിച്ച് കൂട്ടിയവനെ പോലെയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾക്കിടയിലൂടെയാണ് മുഅ്മിനീങ്ങളെ നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാവുക എന്നത് വളരെ പ്രധാനമാണ്.
വിശ്വാസികളായ നമ്മളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമൊക്കെ നന്ദിയാണ്. അതാണ് ഞാൻ നേരത്തെ തുടങ്ങി വെച്ചത്, ഞാൻ ഓതി വെച്ചത്. വഖലീലും മിൻ ഇബാദിയശ് ശുകൂർ. എൻ്റെ അടിമകളിൽ നന്ദിബോധമുള്ളവർ വളരെ വിരളമാണ്, വളരെ കുറവാണ് എന്ന് വിശുദ്ധ ഖുർആൻ. നന്ദിയുള്ളവരായി മാറണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഉറക്കെ പറയും മക്കളെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലഫൽ അലിഫു നിളാമ മദ്ഹി അഅ്ലൽ ആലിഅൽ أول السطور بسم الله بدء الخالق لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أحمد الله مصليا مسلما على أحمد والآل والصحاب من للآل لا إله إلا الله. എല്ലാരും ഒന്ന് ബൈത്തൊന്ന് ഉറക്കെ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും നിസ്കരിക്കാനൊക്കെ പോയതാണ്. വരാന്തലൊക്കെ ഇരിക്കുന്ന ആളുകൾ സൗകര്യപ്പെടുകയാണെങ്കിലും നമ്മൾ ഈ സദസ്സിൽ വന്നിരുന്നാൽ ഇൻഷാ അല്ലാഹ് തങ്ങൾ ഏതാനും സമയത്തിനുള്ളിൽ വരും. നമുക്ക് ഇൻഷാ അല്ലാഹ് അതുവരെ ഒരൽപ്പം നല്ല കാര്യങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അവൻ പൊരുത്തപ്പെടുന്ന, നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ സാധ്യമാകുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഒരുപാട് അനുഗ്രഹങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനമാണ് ആരോഗ്യം പോലെ പ്രധാനമാണ് സമ്പത്ത്. ആരോഗ്യം പോലെ പ്രധാനമാണ് സമ്പത്ത്. സമ്പത്ത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നവരാണ്. സമ്പത്ത് വേണം ദുനിയാവിൽ, അല്ലെ? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ദുആ ചെയ്യാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. ദുനിയാവിൽ നീ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ അല്ലാഹ്. വഫിൽ ആഖിറതി ഹസന, നാളെ പരലോകത്തും നീ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണമല്ലോ. സമ്പത്ത് വേണം, അല്ലേ? സമ്പത്ത് വേണം. സമ്പത്ത് ഭൗതികമായ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ അവിഭാജ്യ ഘടകമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്ത് വളരെ പ്രധാനമാണ്, വളരെ വലിയ അനുഗ്രഹമാണ്. നിഅമൽ മാലു സ്വാലിഹ് ലിർറജുലി സ്വാലിഹ്. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിഅമൽ മാലു സ്വാലിഹ് ലിർറജുലി സ്വാലിഹ്. ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ ഹലാലായ ഒരു നല്ല സമ്പത്തുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. നല്ല ആളാണ്, നല്ല സ്വാലിഹായ മനുഷ്യനാണ്. അയാളുടെ കയ്യിലുള്ളത് നല്ല സ്വാലിഹായ സമ്പത്താണ്. ആരെയും പറ്റിച്ചിട്ടുണ്ടാക്കിയതല്ല, ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാക്കിയതല്ല, മോഷ്ടിച്ചതല്ല, ആരുടെയും സ്വത്തുക്കൾ അപഹരിച്ചതല്ല. ഹലാലായ സമ്പത്താണ് എങ്കിൽ അത് വളരെ നല്ല സമ്പത്താണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. സമ്പത്ത് വളരെ പ്രധാനമാണ്. പക്ഷെ ആ സമ്പത്ത് എപ്പോഴാണ് അനുഗ്രഹമാകുന്നതെന്നറിയോ? അത് നന്മയുടെ വഴിയിൽ ചെലവഴിക്കപ്പെടുമ്പോഴും നല്ല വഴിയിൽ അത് സമാഹരിക്കപ്പെടുമ്പോഴുമാണ്. ആ സമ്പത്ത് അവന്റെ കയ്യിലെത്തുന്നത് നല്ല രീതിയിലാണ്, ഹലാലായ വഴിയിലൂടെയാണ്. അതുപോലെ അത് ചെലവഴിക്കപ്പെടുന്നതും നല്ല വഴിയിലൂടെയാണ്. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആ സമ്പത്ത് അവന് വലിയ ഉപകാരമാകുന്നത്, അവന് വലിയ അനുഗ്രഹമായി മാറുന്നത്. അല്ലെങ്കിൽ സമ്പത്ത് അവന് അനുഗ്രഹമല്ല, മറിച്ച് നിഗ്രഹമായി മാറുകയാണ് ചെയ്യുക. അനുഗ്രഹമല്ല, അത് നിഗ്രഹമാവുകയാണ് ചെയ്യുക. അനുഗ്രഹത്തിന്റെ വിരുദ്ധമാണ്, ഓപ്പോസിറ്റാണ് നിഗ്രഹം. ഒരാളുടെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് ഒരാൾക്കും പരിശുദ്ധ ദീനിനോ അല്ലെങ്കിൽ ഒരാൾക്ക് ഉപകാരമില്ല.
അങ്ങനെ ഒരാളുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതയാൾക്ക് അനുഗ്രഹമല്ല, അതയാൾക്ക് നിഗ്രഹമാണ്. എത്രയോ ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട് അങ്ങനെയുള്ളവർ, വലിയ സമ്പന്നന്മാർ, സമ്പന്നതയുടെ മടിത്തട്ടിൽ പരിലസിക്കുന്നവർ. പക്ഷേ ആ സമ്പത്തിനെ നന്മയുടെ വഴിയെ ചെലവ് ചെയ്യാത്തവർ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട് മാഷാ അല്ലാഹ് അനുഗ്രഹീതമാണ്. വളരെ മനോഹരമായൊരു പള്ളിയുണ്ട് നമ്മുടെ മുന്നിൽ, വളരെ മനോഹരമായൊരു മദ്രസ കെട്ടിടമുണ്ട്. ഇതുപോലെയുള്ള മദ്രസകളും അറബിക് കോളേജുകളും പള്ളികളുമെല്ലാം നമ്മുടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ, ഓരോ നാട്ടിലും കേരളക്കരയിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അത് ഒരുപാട് ഉദാരമതികളായ സമ്പന്നരുടെ നാണയത്തുട്ടുകൾ കൊണ്ട് പടുത്തുയർത്തപ്പെട്ടതാണ്. അതാണ് കേരളക്കരയുടെ ഒരു വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത്. അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നാട്ടിന് ചെയ്ത വലിയൊരു സൗഭാഗ്യമെന്ന് പറയുന്നത്. അതാണ് ഒരുപാട് ആളുകൾ ഉലമാ സദഖയുടെ പുണ്യത്തെ പറ്റി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. ഉമറാക്കൾ, സമ്പത്തുള്ള ആളുകൾ, അവർക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് നല്ലൊരു വിഹിതം പള്ളിയുണ്ടാക്കാൻ, മദ്രസയുണ്ടാക്കാൻ ചെലവഴിക്കും. അതാണ് നമ്മുടെ നാടിന്റെ വളരെ മനോഹരമായ ഒരു പാരമ്പര്യം. പ്രിയപ്പെട്ടവരെ, അതിലൂടെയാണ് നമ്മുടെ നാടുകളിൽ ആത്മീയമായ വലിയ ഔന്നിത്യങ്ങൾ ഉണ്ടായത്, ഒരുപാട് മദ്രസകൾ ഉണ്ടായത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ആ മദ്രസകളിലൂടെ പഠിച്ചു വളർന്ന അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചത്. അതെല്ലാം നമ്മുടെ കഴിഞ്ഞുപോയ തലമുറയുടെ അധ്വാനത്തിന്റെ പരിണിത ഫലമാണ്. ഒരുപാട് സമ്പന്നന്മാർ, ഉദാരമതികളായ സമ്പന്നന്മാർ, അവരുടെ സമ്പത്തിന്റെ നല്ലൊരു വിഹിതം, അതാണ് ഈ മദ്രസകൾ, പള്ളികളെല്ലാം ഇതുപോലെ മനോഹരമായി തലയുയർത്തി നിൽക്കാനുള്ള കാരണം. പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 മുമ്പ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. മാ മീ യൗമി യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാൻ. ഓരോ പ്രഭാതത്തിലും 2 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഒരു മലക്ക് റബ്ബിനോട് ദുആ ചെയ്യുമത്രേ, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവന് നീ ധാരാളം പകരം നൽകണേ അല്ലാ എന്ന് ഒരു മലക്ക് ദുആ ചെയ്യുമെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളൊക്കെ ഒന്ന് ഉറക്കെ സ്വലാത്ത് ചൊല്ലണേ, മുഹമ്മദ് മുസ്തഫ. ഇതിങ്ങനെ പുട്ടിന് തേങ്ങയിടുന്ന മാതിരി പിന്നെയും 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 ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണ്. സലാത്ത് ഉറക്കെ ചൊല്ലണം അല്ലേ? ഒന്ന് ഉറക്കെ ചൊല്ലേ ഇൻഷാ അല്ലാ. കുറഞ്ഞ സമയം, കുറേ സമയം വഴുത് പറഞ്ഞ് മടുപ്പിക്കൂല. അതുകൊണ്ട് ഉള്ള സമയം ഒന്ന് നല്ല റാഹത്തോടെ, ആവേശത്തോടെ സ്വലാത്തൊക്കെ ഒന്ന് ഉറക്കെ ചെല്ലണം. എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ, നല്ല കുട്ടികളല്ലേ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഹമ്മദ് മുസ്തഫ താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ. ഓരോ പ്രഭാതത്തിലും 2 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഒരു മലക്ക് ദുആക്കും, പടച്ചോനെ, നിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവന്റെ സമ്പത്തിൽ നീ ബർക്കത്ത് ചെയ്യണം, അവന് പകരം നൽകണം. ഓരോ പ്രഭാതത്തിലും. ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്, നാളെയും വരും, ഇന്നലകളിൽ വന്നിട്ടുണ്ട് 2 മലക്കുകൾ. ഇത് റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ്. രണ്ടാമത്തെ മലക്ക് ദുആ ചെയ്യും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, അല്ലാഹുവേ, പടച്ചവനെ, നിന്റെ മാർഗത്തിലൊന്നും ചെലവഴിക്കാതെ നീ നൽകിയ സമ്പത്തിനെ പിടിച്ചു വെച്ചവന്റെ മുതലിൽ, ആ മുതലിനെ നീ നശിപ്പിക്കണേ അല്ലാ എന്ന് രണ്ടാമത്തെ മലക്ക് ദുആ ചെയ്യുമെന്ന് ഹബീബായ നബി തങ്ങൾ 1400 മുമ്പ് ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ടോ, രണ്ടാമത്തെ മലക്ക് അങ്ങനെയാണ് ദുആ ചെയ്യുക. പടച്ചവനെ, നിന്റെ വഴിയിൽ ചെലവഴിക്കാൻ മടി കാണിക്കുന്നവന്റെ സമ്പത്തിനെ നീ നശിപ്പിക്കണേ അല്ലാ. കണ്ടിട്ടില്ലേ നമ്മൾ എത്രയോ ആളുകൾ ഇഷ്ടംപോലെ അല്ലാഹു സമ്പത്ത് നൽകി, ആ സമ്പത്തിനെ ഇങ്ങനെ ചെലവഴിക്കാതെ, ദീനിന് കൊടുക്കാതെ, പള്ളിക്ക് മദ്രസക്കൊന്നും ചെലവഴിക്കാതെ, പാവപ്പെട്ടവന്റെ അവകാശം പോലും മുഖവെച്ചു കൊടുക്കാതെ പിടിച്ചു വെച്ചവർ. ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലേക്ക് ചെലവഴിക്കപ്പെടുന്നു. അവസാന കാലത്ത് ഓരോരോ ഹോസ്പിറ്റലുകളിൽ ഓരോരോ ഡോക്ടർമാരുടെ കൈകളിലേക്ക് ലക്ഷങ്ങൾ, കോടികൾ ചെലവഴിക്കപ്പെടുകയാണ്.
ഒരാൾക്കും ഉപകാരപ്പെടാതെ അവന്റെ മുതൽ നശിപ്പിക്കപ്പെടുകയാണ്. മലക്കുകളുടെ പ്രാർത്ഥനയുടെ പരിണിത ഫലമാണത് എന്ന് ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, സമ്പത്ത് അനുഗ്രഹമാണ്. ആ സമ്പത്തിനെ നന്മയുടെ വഴിയിൽ ചെലവഴിക്കപ്പെടുമ്പോഴാണ് അത് അനുഗ്രഹമായി മാറുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സമ്പത്ത് പോലെ അനുഗ്രഹമാണ് മറ്റൊരു അനുഗ്രഹമാണ് സന്താനങ്ങൾ എന്ന് പറയുന്നത്. സന്താനങ്ങളും വലിയ അനുഗ്രഹമാണ്, അല്ലേ? മക്കൾ വലിയ അനുഗ്രഹമാണ്. നമുക്കൊക്കെ അല്ലാഹു മക്കളെ തന്നിട്ടുണ്ട്. 2 മക്കൾ, 3 മക്കൾ, 4 മക്കൾ, 5 മക്കൾ, 10 മക്കളൊക്കെ തന്നവർ. തീരെ മക്കളെ കിട്ടാത്തവരും നമ്മുടെ നാടുകളിലുണ്ട്. എത്രയോ വഅലിന്റെ മജ്ലിസുകളിൽ വഅല് പറഞ്ഞ് ദുആ കഴിഞ്ഞ് ഇറങ്ങുന്ന നേരത്തെ സങ്കടത്തോടെ കൈപിടിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞ എത്രയോ മുഖങ്ങളുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഉസ്താദേ ദുആ ചെയ്യണേ, മക്കളില്ല, കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായി, 15 കൊല്ലമായി, 20 വർഷമായി, മക്കളില്ല ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ഹതഭാഗ്യരായ എത്രയോ ദമ്പതികൾ. അല്ലാ, നീ സന്താന സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഉറക്കെ ആമീൻ പറയണേ മുഅ്മിനീങ്ങളെ, മുത്തു മുഅ്മിനീങ്ങളെ, പൊന്നുമക്കളെ, ഉറക്കെ ആമീൻ പറയണേ. മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ ഈ സദസ്സിലും ഉണ്ടാവാം. നീ മക്കളെ നൽകണേ റഹ്മാനെ. സന്താനങ്ങൾ വലിയ നിഅമത്താണ്, അല്ലേ? മക്കൾ വലിയ നിഅമത്താണ്. മക്കൾ ഉണ്ടാകാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് മഹാനായ സയ്യിദുനാ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യാ. പാതിരാവിന്റെ നിശബ്ദതയിൽ മഹാനായ സയ്യിദുനാ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാലിഖായ റബ്ബിനോട് മക്കളെ തരണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ട്, മക്കളെ കൊടുത്തിട്ടുണ്ട്. ചരിത്രമാണ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മക്കൾ വലിയ അനുഗ്രഹമാണ്, വലിയ അനുഗ്രഹമാണ് സന്താനങ്ങൾ. മക്കളില്ലാതെ, ഞാൻ പറഞ്ഞില്ലേ, മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകൾ. പക്ഷെ ഒരിക്കലും നമ്മൾ നിരാശരാവാൻ പാടില്ല. നല്ല സംസാരം ഉണ്ടെന്നോ, നല്ലല്ലേ? എവിടെ നിന്ന് ഒരു അപശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. സഹോദരിമാരുടെ ഭാഗത്താണെന്ന് എനിക്കറിയില്ല, ഒന്ന് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വ അഷ്റഫു മിൻഹു യാ سيدي خير النبي صل الصلاة على النبي على الرسول أبطاهي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي في الأبطاهي والحبيب العربي. മക്കളില്ലാത്ത ആളുകൾ നിരാശരാവാൻ പാടില്ല, അല്ലെ? നിരാശ എന്ന് പറയുന്നത് അത് വിശ്വാസികൾക്ക് ചേർന്നതല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവരുത്. ഞാൻ ഓർക്കുന്നുണ്ട്, കണ്ണൂർ ടൗണിൽ സൗത്ത് ബസാർ ജുമാ മസ്ജിദിൽ ഈ വിനീതൻ ഖത്തീബായി സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു സമയം, 4-5 വർഷങ്ങൾക്ക് മുമ്പ്, കൊറോണക്ക് മുമ്പ്. പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരൻ എൻ്റെ അരികിൽ വന്നു. പള്ളിയിൽ ഒരു സഹോദരൻ ഒരുപാട് സമയം എന്നോട് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദ് വഅദിന് പോവാറുള്ളതല്ലേ? ഉസ്താദിന്റെ വഅദുകളിൽ നിർബന്ധമായി ഉസ്താദ് പറയേണ്ട ഒരു കാര്യമുണ്ട്. ആ സഹോദരൻ എന്നോട് പറയുകയാണ്, വിവാഹം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് മക്കളുണ്ടായത്. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളോളം ഞാൻ ഒരുപാട് ഡോക്ടർമാരെ സമീപിച്ചു. എല്ലാ ഡോക്ടർമാരും എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല.
സർവ ഡോക്ടർമാരും എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല, എല്ലാവരും വിധി എഴുതിയത് അങ്ങനെയാണ്. പക്ഷെ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും നിരാശരാവാതെ ഖാലിഖായ റബ്ബിന്റെ വിധിയിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിരന്തരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കാലം ഒരുപാട് കഴിഞ്ഞു, പ്രാർത്ഥനാ നിർഭരരായി ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. വർഷങ്ങൾ പലതും കഴിഞ്ഞു. 15 കൊല്ലം കഴിഞ്ഞു, 18 കൊല്ലം കഴിഞ്ഞു, 20 വർഷം കഴിഞ്ഞപ്പോഴതാ എൻ്റെ പ്രിയപ്പെട്ടവൾ ഗർഭം ധരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവൾ ഗർഭിണിയാവുകയാണ്. ആ ഗർഭത്തിൽ 2 മക്കളുണ്ടായി. ആ സഹോദരൻ എന്നോട് പറയുകയാണ്, കോഴിക്കോടെന്നല്ല, കോയമ്പത്തൂരിലെന്നല്ല, എവിടെയെല്ലാം പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട് എന്ന് അറിഞ്ഞോ അവിടെയെല്ലാം ചെന്ന് ആ ഡോക്ടർമാരെ മുഴുവനും സമീപിച്ച് അവരോടെല്ലാം കാര്യങ്ങൾ സംസാരിച്ചപ്പോ എല്ലാ ഡോക്ടർമാരും തീർത്തും പറഞ്ഞു കുട്ടികൾ ഉണ്ടാവില്ല എന്ന്. അങ്ങനെ നിരാശരാകേണ്ട എല്ലാ സാഹചര്യവും ഉണ്ടായിട്ട് പോലും നിരാശരാവാതെ ഖാലിഖായ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച് നിരന്തരം പ്രാർത്ഥനകളുമായി മുന്നോട്ട് പോയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് 2 മക്കളെ തന്നു ഉസ്താദേ. അതുകൊണ്ട് ഉസ്താദ് ഉമ്മത്തിനോട് പറയണം, നിരാശരാവരുത്. ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചിട്ടുള്ളത് അതേ പാഠം തന്നെയാണ്. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവരുത് എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു മക്കളെ കൊടുക്കട്ടെ. മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർക്കെല്ലാം അല്ലാഹു സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കൾ വലിയ അനുഗ്രഹമാണ്. സമ്പത്ത് പോലെ, അതുപോലെ സമയം പോലെ, ആരോഗ്യം പോലെ വലിയ അനുഗ്രഹമാണ് സന്താനങ്ങൾ എന്ന് പറയുന്നത്. വലിയ അനുഗ്രഹമാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മക്കൾ നന്നായി കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. മക്കൾ ഇഷ്ടം പോലെ ഉണ്ടായി, ആ മക്കൾ അവസാനം പഠിച്ചോനെ നീ എൻ്റെ മക്കളെ ഒന്ന് മരിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്യേണ്ട ഗതികേടുണ്ടായാലോ, അതിലും വലിയൊരു പരീക്ഷണം, അതിലും വലിയൊരു സങ്കടം വേറുണ്ടോ? എത്രയോ ബാപ്പമാരുണ്ട് നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ. പഠിച്ചോനെ അല്ലാഹുവേ നീ തന്ന മോനെ ഒന്ന് നീ തന്നെ പെട്ടെന്ന് തിരിച്ചെടുക്കണേ റബ്ബേ എന്ന പ്രാർത്ഥനയുമായി കഴിയുന്ന എത്രയോ ഹതഭാഗ്യരായ ബാപ്പമാർ, ഉമ്മമാർ. അല്ലേ? സങ്കടകരമാണ്. എത്രയോ ബാപ്പമാർ, ഉമ്മമാർ ഒന്ന് മരിപ്പിച്ചു തരണേ അല്ലാ എന്ന പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടുന്നവർ. എന്തൊരു സങ്കടകരമാണ്. മക്കൾ നന്നാവണം, അത് വളരെ പ്രധാനമാണ്. മക്കൾ അല്ലാഹുവിനെ പേടിക്കുന്ന, അച്ചടക്ക ബോധമുള്ള, അനുസരണയുള്ള മക്കളാവാൻ പ്രിയപ്പെട്ടവരെ വലിയ ഭാഗ്യം വേണം. അതിന് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. മാതാപിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്, അല്ലേ? മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാവാനിടയില്ല. എല്ലാവരുടെയും ആഗ്രഹം മക്കളൊന്ന് നന്നായി കിട്ടണമെന്നാണ്. മക്കള് നന്നാവാന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ മക്കള് നന്നാവാന്ന് പറഞ്ഞാൽ എല്ലാരും ചിന്തിക്കുന്ന എന്താ? മക്കള് നല്ല ഡോക്ടർമാരായി മാറുക, എഞ്ചിനീയർമാരായി മാറുക, അല്ലെ? മക്കള് നല്ല വിദ്യാഭ്യാസമുള്ളവരായി മാറുക, ഭാവിയിൽ നല്ല ശമ്പളം വാങ്ങിക്കുന്ന മക്കളാവുക എന്നൊക്കെയാവാം. പക്ഷെ അതല്ല പ്രിയപ്പെട്ടവരെ. മക്കള് നന്നാവുക എന്ന് പറഞ്ഞാൽ, മക്കള് നന്നാവുക എന്ന് പറഞ്ഞാൽ മഹാനായ അല്ലാമ ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നത്, മക്കള് നന്നാവുക എന്ന് പറഞ്ഞാൽ മക്കൾ അല്ലാഹുവിനെ പേടിക്കുന്ന, അച്ചടക്ക ബോധമുള്ള, മതബോധമുള്ള മക്കളായി മാറുക എന്നതാണ്. ഹാഫിളീങ്ങളായ, ആലിമീങ്ങളായ മക്കളായി മാറുക എന്നതാണ് മക്കള് നന്നാവുക എന്ന് പറഞ്ഞാൽ. അതാണ് മക്കൾ നന്നാവുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, സ്വാലിഹ്യങ്ങളിൽ പെടുത്തുമാറാവട്ടെ. എല്ലാവരും പറയും ഉസ്താദേ ദുആ ചെയ്യണം മക്കൾ നന്നാവാൻ. പക്ഷെ ദുആ ചെയ്തിട്ട് മാത്രം കാര്യമില്ല. അതിലപ്പുറം മക്കൾ നന്നാവാൻ ചില പ്രയത്നങ്ങൾ അനിവാര്യമാണ്. അത് ഏറ്റവും പ്രധാനമായി വേണ്ടത് മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നാണ്, പ്രത്യേകിച്ച് ഉമ്മമാരുടെ ഭാഗത്ത് നിന്നാണ്. എന്റെ വഅദ് കേൾക്കുന്ന പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, നിങ്ങളുടെ കൈകളിലാണ് മക്കളുടെ ഭാവിയുള്ളത്. അവരുടെ ഭാവിയുടെ ഭാഗതയെ നിർണയിക്കുന്നത് ഉമ്മമാരെ നിങ്ങളാണ്, നിങ്ങളാണ്, നിങ്ങളാണ്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലപാട് അങ്ങനെയാണ്.
പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഉമ്മമാരുടെ കൈകളിലാണ് മക്കളുടെ ഭാവിയുള്ളത്. അവര് നന്നായാൽ മക്കള് നന്നാവും, അവര് മോശായാൽ മക്കള് മോശാവും. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മക്കളെ നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത ഉമ്മമാരും ബാപ്പമാരുണ്ടാവാനിടയില്ല. എല്ലാരും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, മറിച്ച് സന്താന സംസ്കരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. ചില കർത്തവ്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ചില വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ പോയാൽ ആ മാതാപിതാക്കൾ കുറ്റക്കാരാവും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ നന്നാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിന് 3 ഘട്ടങ്ങളുണ്ട് എന്ന് ഉലമാ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമതായി, മക്കൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മൂന്നാമതായി, മക്കൾ ഉണ്ടായി അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ 3 രീതിയിലാണ് സന്താന സംസ്കരണമുള്ളത് എന്ന് മഹാന്മാരായ ഉലമാ നമ്മളെ പഠിപ്പിക്കുകയാണ്. 3 രീതിയിലാണ്. ഒന്നാമതായി, മക്കൾ ഉണ്ടാവുന്നതിനു മുമ്പ് അവരെ നന്നാക്കി എടുക്കാൻ ശ്രമിക്കണം ഉമ്മമാർ, ബാപ്പമാർ. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ശ്രമം ആരംഭിക്കണമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ മക്കളെ നന്നാക്കി എടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ് അതിന് ഉത്തരം? മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്. ഒന്നാമതായി, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ അവരെ നന്നാക്കിയെടുക്കേണ്ടതിന്റെ 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്കുണ്ടാകാൻ പോകുന്ന മക്കൾക്ക് നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രദ്ധിക്കണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. കുട്ടികളൊന്ന് ശ്രദ്ധിച്ച്, കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരും എല്ലാം പിറകെ വല്ലേക്ക് പറഞ്ഞയച്ചാലും കുഴപ്പമില്ല. കുട്ടികൾ ഇവിടെ ഇരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ചെറിയ മക്കളല്ലേ, അവർക്ക് അവരുടേതായ ചില കുട്ടികളുള്ള വാപ്പമാരവരോട് കുട്ടിത്തം കാണിക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. കുട്ടികളെ നമ്മളിങ്ങനെ പേടിപ്പിച്ച് നിയന്ത്രിക്കുന്നത് ശരിയല്ല എന്നാണ്. കുട്ടികളോട് കുട്ടിത്തം കാണിക്കണം. മദ്രസയിൽ 1-ാം ക്ലാസ് പഠിപ്പിക്കുന്ന ഉസ്താദ് നല്ല കുട്ടികളോട് ഇഴകിച്ചേർന്ന് പഠിപ്പിക്കാൻ കഴിയുന്ന ഉസ്താദാവണം. അങ്ങനത്തെ ഉസ്താദ്മാരാണ് നമ്മുടെ മദ്രസയിലൊക്കെ ഉണ്ടാവുക. വാപ്പമാർ അങ്ങനെ ആവണം. കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തോടെ കുട്ടിത്തത്തോടെ പെരുമാറാൻ കഴിയണം. അതുപോലെ ഇതുപോലെയുള്ള സദസ്സുകളിലൊക്കെ നമ്മളിങ്ങനെ കുട്ടികളെ പേടിപ്പിച്ച് നിർത്താൻ പാടില്ല. അവരെ വഴിക്ക് വിടണം. നമുക്ക് ശല്യമാവാത്ത രീതിയിൽ അവർക്ക് ഒരു പ്രത്യേകമായ സ്ഥലം കൊടുത്താൽ വളരെ നന്നായി. കുട്ടികൾക്കൊക്കെ പിറകു വശത്ത് പ്രത്യേകമായി സംവിധാനം ഉണ്ടാക്കിയാൽ നന്നാവും. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാകാൻ പോകുന്ന മക്കൾക്ക് നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. നമുക്കുണ്ടാകാൻ പോകുന്ന മക്കൾക്ക് നല്ലൊരു ഉമ്മ എന്ന് പറഞ്ഞാൽ, നമ്മൾ വിവാഹം ചെയ്യുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഇണ, നമ്മൾ കെട്ടാൻ പോകുന്ന പെണ്ണ്, അവൾ അച്ചടക്ക ബോധമുള്ള, മതബോധമുള്ള, അള്ളാനെ പേടിയുള്ള നല്ല പെണ്ണാവണം എന്നർത്ഥം. നമ്മൾ നിക്കാഹിന് മുന്നോടിയായി നടക്കുന്ന ഒരു ഖുതുബ, സാധാരണഗതിയിൽ ആ ഖുതുബ കേൾക്കാറുള്ളവരാണ് നമ്മളൊക്കെ. ആ ഖുതുബയിൽ എല്ലാ ഖതീബ് ഉസ്താദന്മാരും ഓതാറുള്ളൊരു ഹദീസുണ്ട്. തുൻകഹുൽ മർഅതു ലി അർബഇ ഖിസ്വാൽ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫൾഫർ ബിദാത്തിദ്ദീൻ. തുൻകഹുൽ മർഅതു ലി അർബഇ ഖിസ്വാൽ. സാധാരണഗതിയിൽ സമൂഹത്തിൽ വിവാഹം നടക്കാറുള്ളത് 4 കാര്യങ്ങളെ മാനദണ്ഡപ്പെടുത്തിയാണ്. 4 കാര്യം നോക്കിയിട്ടാണ് സമൂഹത്തിൽ വിവാഹം നടക്കാറുള്ളത്. കാലങ്ങളായി അങ്ങനെയാണ്. ഏതാണ് ആ 4 കാര്യം? ലിമാലിഹാ, ഒന്ന് സാധാരണ ആളുകൾ നോക്കാറുള്ളത് ലിമാലിഹാ, അവളുടെ സമ്പത്താണ്. പെണ്ണിന്റെ സമ്പത്ത് നോക്കി വിവാഹം ചെയ്യുന്നവരുണ്ട്, പെണ്ണിന്റെ സമ്പത്ത് നോക്കി വിവാഹം ചെയ്യുന്നവരുണ്ട്.
പെണ്ണിന്റെ സമ്പത്ത് നോക്കി വിവാഹം കഴിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ അവളെ ഉപ്പാന്റെ സ്വത്ത് കണ്ടിട്ട് കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്. പപ്പാക്ക് നല്ല സ്വത്തുണ്ടോ, സ്വത്തുള്ള ആളാണെങ്കിൽ തന്നെ അവൾക്ക് കുറെ ആങ്ങളമാരുണ്ടോ, അല്ലെ? ആങ്ങളമാര് കുറവുള്ള ആളുകളെ നോക്കി കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാ പിന്നെ വാപ്പ മരിച്ചാല് എല്ലാം അങ്ങനെ ആങ്ങളമാർക്ക് തന്നെ പോയാലോ, അങ്ങനെ പോരുതല്ലോ, ഇങ്ങോട്ടും കുറെ കിട്ടണമല്ലോ എന്ന് ചിന്തിച്ച് അങ്ങനെയൊക്കെ നോക്കുന്ന ആളുകളുണ്ട് ഇഷ്ടം പോലെ. ലിമാലിഹാ, അവളുടെ സമ്പത്ത് നോക്കി വിവാഹം ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഒലിജമാലിഹാ, അവളുടെ സൗന്ദര്യം നോക്കി വിവാഹം കഴിക്കുന്നവരുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, പെണ്ണുണ്ട് സൗന്ദര്യം നോക്കി വിവാഹം ചെയ്യുന്നവരുണ്ട്. അല്ലേ? സൗന്ദര്യം വേണം, വേറൊന്നും വേണമെന്നില്ല, കാണാൻ ഇച്ചിരി വൃത്തി വേണം, നല്ല കാണാൻ കൊള്ളാവുന്ന പെണ്ണാവണമെന്ന് പറയുന്നവർ. മൂന്നാമതായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വലി ഹസബിഹ, അവളുടെ തറവാടിത്തം, അവളുടെ കുടുംബ മഹിമ, അവളുടെ കുലീനത നോക്കി വിവാഹം ചെയ്യുന്നവരുണ്ട്. നല്ല തറവാട്ടുകാരിയാണോ? നാലാമതായി വലി ദീനിഹ, അവളുടെ മതബോധം നോക്കി വിവാഹം ചെയ്യുന്നവരുണ്ട്. ഹബീബായ മുത്തുനബി തങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഫൾഫർ ബിദാത്തിദ്ദീൻ യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ, ഈ 4 കാര്യങ്ങളിൽ നിങ്ങൾ മതബോധമുള്ള പെണ്ണിനെ കല്യാണം കഴിച്ച് വിജയിച്ചോളൂ. മതബോധമുള്ള, അച്ചടക്ക ബോധമുള്ള പെണ്ണിനെ വിവാഹം ചെയ്ത് വിജയിച്ചോളൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കുടുംബജീവിതം സന്തോഷകരമാവണോ? ദാമ്പത്യ ജീവിതം മനോഹരമാവണോ? അച്ചടക്ക ബോധമുള്ള, അല്ലാഹുവിനെ പേടിയുള്ള, ഹയാ ഉള്ള, ലജ്ജയുള്ള, നാണമുള്ള പെണ്ണിനെ വിവാഹം ചെയ്ത് വിജയിച്ചോളൂ എന്ന് ഹബീബായ മുത്തുനബി തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഉമ്മത്തിനെ ഉപദേശിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്കുണ്ടാകാൻ പോകുന്ന മക്കൾക്ക് നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം. നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കണം. കാരണം എന്താ? ഉമ്മ നന്നായാലാണ് മക്കള് നന്നാവുക. ഉമ്മ മോശമായാൽ മക്കള് മോശമാവുക തന്നെ ചെയ്യും. വെറുതെ പറയുകയല്ല ഞാൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. വിശുദ്ധ ഖുർആനിലെ മനോഹരമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്, വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല ഭൂമിയിലാണ് നല്ല സസ്യം മുളക്കുക. മോശപ്പെട്ട ഭൂമിയിൽ നല്ല സസ്യങ്ങൾ മുളക്കാനിടയില്ല. നല്ല സസ്യം മുളക്കണോ? എന്ത് വേണം? നല്ല, അതിന് പാകപ്പെട്ട ഭൂമിയാവണം. എല്ലാ ഭൂമിയിലും നല്ല പോലെ സസ്യങ്ങൾ മുളക്കുകയില്ല. അതിന് പറ്റിയ ചില ഭൂമിയാവണം. എല്ലാ ഭൂമിയും ഒരേപോലെയല്ല. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ, ഉലമാ പഠിപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്തെന്നറിയോ? നല്ല ഉമ്മമാരിലാണ് നല്ല മക്കൾ ഉണ്ടാവുക. ഉമ്മ നന്നായാൽ മക്കൾ നന്നാവും. വാപ്പമാർ ഒരൽപ്പം മോശക്കാരായാൽ പോലും അത് മക്കളെ ബാധിക്കാനിടയില്ല. എന്തുകൊണ്ടെന്നാൽ ഉമ്മമാരുടെ കൈകളിലാണ് എപ്പോഴും മക്കൾ ഉണ്ടാവുക. വാപ്പമാർ ജീവിതത്തിന്റെ 2 അറ്റം മുട്ടിക്കാനുള്ള പെടാപ്പാടിലാണ്, അല്ലെ? പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ പുരുഷന്മാര് പ്രവാസ ലോകത്താണ്. ഈ ഭാഗങ്ങളിൽ, ഈ കിഴക്കൻ ഏരിയയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലൊക്കെ പൊതുവിൽ പ്രവാസ ലോകത്തുള്ള ആളുകളാണ്. പൊതുവിൽ അങ്ങനെയാണ്. ഇനി നാട്ടിലുള്ളവരാണെങ്കിൽ തന്നെ പുരുഷന്മാര് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രിയേറെ വൈകിയാണ് വീട്ടിലേക്ക് വരിക. ബിസിനസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നവർ, ജോലി തിരക്കുകൾ കഴിഞ്ഞ് രാത്രിയേറെ വൈകി വീട്ടിലേക്ക് വരുന്നവർ. പ്രിയപ്പെട്ടവരെ, അതിനിടയിൽ എവിടെയാണ് മക്കളെ പരിരക്ഷിക്കാൻ, മക്കളെ വളർത്താൻ, അവരെ നോക്കാൻ എവിടെയാണ് സമയമുള്ളത്? അപ്പൊ സ്വാഭാവികമായും ഉമ്മമാരുടെ കൈകളിലാണ് മക്കളുള്ളത്. ഉമ്മമാരുടെ കൈകളിലാണ്. വലം അറലിൽ ഖലായിഖി മിൻ മഹല്ലി യുഹദ്ദിബുഹാ കഹിളുനിൽ ഉമ്മഹാതി
കാവ്യലോകത്തെ കുലപതികൾ ഓർമ്മപ്പെടുത്തുകയാണ്. വലം അറലിൽ ഖലായിഖി മിൻ മഹല്ലി യുഹദ്ദിബുഹാ കഹിളനിൽ ഉമ്മഹാതി. ഉമ്മമാരുടെ മടിത്തട്ടാണ് മക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠശാല. മക്കൾ സ്കൂളുകളെക്കാളും മദ്രസകളെക്കാളും മക്കളുടെ ഏറ്റവും ആദ്യത്തെ പാഠശാല അത് ഉമ്മയുടെ മടിത്തട്ടാണ്. അവിടെ നിന്നാണ് മക്കളുടെ സ്വഭാവം രൂപീകൃതമാകുന്നത്. ആ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് മക്കളുടെ മനോഹരമായ സംസ്കാരം രൂപപ്പെട്ടു വരുന്നത്. ഉമ്മയുടെ മടിത്തട്ടിലൂടെയാണ്. അതുകൊണ്ട് ഉമ്മമാരെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണിത്. ഇത് എന്റെ വകയായി ഞാൻ പറയുന്നതല്ല. ഉമ്മമാര് നന്നായാൽ മക്കൾ നന്നാകുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു 2 മക്കളെയാണ് ഈ ഉമ്മത്തിന് പരിചയപ്പെടുത്തി തന്നത്. ഒന്ന് മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ മനുഷ്യന്മാരെ? നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു 2 ബൈത്ത് കൂടെ. ബാലഗൽ മുദ്ദാഹു ഫി ഔസാഫിഹി ഫമാ ബലഗ ബാലിഗും മിഅ്ശാറ മാ ഉതി ബിമാ ഫിൽ ബാലി ബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹു. ഉറക്കെ ഒന്നുകൂടെ. താഹ ഖൽബി മുദ് അതൈതു വാദിയൻ ഖാഫമാ താബഅൻ വിദാദി ത്വാഹ താലിയല്ലി താലി താലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഈ സദസ്സ് നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും മാതാപിതാക്കൾക്ക് സമൂഹത്തിന് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 2 മക്കളെ പരിചയപ്പെടുത്തി തരികയാണ്. ഒന്ന് മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൊന്നുമോൻ സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 99ാമത്തെ വയസ്സിൽ നൽകിയ മോനാണ്. 99ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബിക്ക് അല്ലാഹു ഇസ്മായിൽ എന്ന പൊന്നുമോനെ നൽകിയത്. 99ാമത്തെ വയസ്സിലാണ്. അവരുടെ 112ാമത്തെ വയസ്സിലാണ് മറ്റൊരു ഭാര്യയായ സാറ ബീവിയിലൂടെ ഇസ്ഹാഖ് എന്ന മകനുണ്ടായത്. അല്ലെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറ എന്ന ഭാര്യയിലൂടെയാണ് ഇബ്രാഹിം നബിക്കുണ്ടായത്. ആ ഇസ്മായിൽ വഴിയാണ് അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര ചെന്നെത്തുന്നത് ഇസ്മായിൽ വഴിയാണ്. മറ്റൊരു ഭാര്യയായ സാറ ബീവിയിലൂടെയാണ് ഇസ്ഹാഖ് എന്ന മകൻ ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 99 വയസ്സായപ്പോ ഇസ്മായിൽ എന്ന മകനെ അല്ലാഹു കൊടുത്തു. ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല ആ മകന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, ആ മകന് വാപ്പയോടൊപ്പം ഓടാനും ചാടാനും ഒക്കെ പറ്റിയ ഒരു പ്രായമെത്തിയപ്പോ, എത്രയാണ് ആ പ്രായമെന്ന കാര്യത്തിൽ ഉലമാഇനിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 4 വയസ്സെന്ന് പറഞ്ഞവരുണ്ട്, 5 വയസ്സെന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും വലിയ പ്രായമൊന്നുമായിട്ടില്ല. 4 or 5 വയസ്സുള്ള പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ മകന് 4 or 5 വയസ്സെത്തിയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീൽ എന്ന മാലാഖയെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് പറഞ്ഞേക്കുകയാണ്. അല്ലേ, എന്താ പറയണത്?
എന്താണ് പറയുന്നത്? ഈ മകനെ ദൈവമാർഗത്തിൽ ബലിയർപ്പണം നടത്തണം. ആ മകന്റെ കൈ പിടിച്ചു വാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുപോവാൻ. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? മിനാ പർവ്വതത്തിന്റെ പരിസരത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് കൊണ്ടുപോയത്, മോനെ നമുക്ക് വിറക് വെട്ടാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. നമുക്ക് വിറക് ശേഖരിക്കാം, ഒരു കയറും ഒരു കോടാലിയും എടുത്ത് എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ മകൻ ബാപ്പയുടെ പിന്നാലെ ഒരു കയറും കോടാലിയും എടുത്ത് ഇറങ്ങുകയാണ്. മിനാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തെത്തിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രിയപ്പെട്ട മകൻ ഇസ്മായിലിനോട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ കൊണ്ടുവന്നത് വിറക് വെട്ടാനല്ല, വിറക് ശേഖരിക്കാനല്ല. പിന്നെയോ, ഞാൻ നിന്നെ കൊണ്ടുവന്നത് എന്തിനെന്നറിയോ? ഇന്നി അറാഫിൽ മനാം അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. നിന്നെ അറുക്കാനാണ് ഞാൻ കൊണ്ടുവന്നത്. നിന്നെ അറുക്കണമെന്നത് ദൈവകൽപ്പനയാണ്, പടച്ച റബ്ബിന്റെ ആജ്ഞയാണ്. എന്താണ് നിന്റെ അഭിപ്രായമെന്ന് നീ ആലോചിച്ചു പറയണം. മകനോട് പറയാണ്. എത്ര വയസ്സുള്ള മകൻ? 4 or 5 വയസ്സുള്ള പൊന്നുമോനോടാണ് പറയുന്നത്. നിന്നെ അറുക്കാനാണ് എന്റെ തീരുമാനം, എന്റെ റബ്ബിന്റെ ഓർഡറാണ്. എന്ത് വേണമെന്ന് നീ ആലോചിച്ചു പറയണം. യാതൊരു ആലോചനയുമില്ലാതെ ആ മകൻ തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് പറഞ്ഞ മറുപടി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. എന്താണ് പ്രിയപ്പെട്ടവരെ, 4 or 5 വയസ്സുള്ള ആ മകൻ പ്രിയപ്പെട്ട പിതാവിനോട് പറയുന്നതെന്നറിയുമോ? ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ. എന്റെ പൊന്നുവാപ്പാ, എന്താണോ പടച്ച റബ്ബ് നിങ്ങളോട് കൽപ്പിച്ചത്, എന്താണെങ്കിലും അതങ്ങ് ചെയ്തോളൂ. അല്ലാഹു എന്താണോ നിങ്ങളോട് പറഞ്ഞത് അതെന്താണെങ്കിലും അങ്ങതങ്ങ് ചെയ്തോളൂ വാപ്പ. എന്റെ സമ്മതമോ എന്റെ വിസമ്മതമോ അങ്ങ് പ്രശ്നമാക്കരുത്. അല്ലാഹുവിന്റെ തീരുമാനം അങ്ങ് നടപ്പിലാക്കിക്കോളൂ എന്ന് പറയുന്നത് 5 വയസ്സുള്ള പൊന്നുമോനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ചരിത്രത്തിന്റെ വിശാലതയിലേക്ക് കടക്കുകയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 5 വയസ്സുള്ള മകൻ എങ്ങനെ പറയാൻ ആ മകന് സാധ്യമായത്, ആ മകനെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് ആ മകനെ വളർത്തിയ പൊന്നുമ്മയാണ് എന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുകയാണ്. മുഫസ്സിരിങ്ങൾ പറയാണ്, ആ മകൻ അങ്ങനെ പറയാൻ കഴിഞ്ഞത്, ഈ മകൻ ഇത്ര വലിയ അനുസരണയുടെ പ്രതീകമായി മാറാനുള്ള കാരണം ആ മകനെ വളർത്തിയ ഉമ്മ ഹാജറ എന്ന അള്ളാനെ പേടിച്ച പെണ്ണായതുകൊണ്ടാണ്. ആ മോനെ വളർത്തിയ ഉമ്മ ഹാജറയാണ്. ആരാണ് ഹാജറ? ഹാജറ എന്ന് പറയുന്നത് വിശ്വാസദാർഢ്യത്തിന്റെ പ്രതീകമാണ്. ഈ ഹാജറയെയും കൈക്കുഞ്ഞായ ഇസ്മായിലിനെയും തനിച്ചാക്കിയാണ് ഇബ്രാഹിം നബി പോയത്. തനിച്ചാക്കി പോവാൻ വർഷങ്ങൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഹാജറയെയും കൈക്കുഞ്ഞായ ഇസ്മായിലിനെയും തനിച്ചാക്കി. എവിടെയാണ് തനിച്ചാക്കുന്നത്? ഇന്ന് നമ്മൾ കാണുന്ന മനോഹരമായ മക്കയിലല്ല. ഇന്നിഷ്ടം പോലെ കെട്ടിടങ്ങൾ അല്ലെ, അതേപോലെ ലക്ഷോപലക്ഷം ആളുകൾ എപ്പോഴും അവിടെ ഉണ്ടാവും, ലക്ഷക്കണക്കിന് ആളുകൾ ഏത് നേരവും. ഇതൊന്നുമില്ലാത്തൊരു കാലത്ത് ആലോചിച്ച് നോക്കണം നമ്മൾ. സസ്യലതാദികളില്ല, മൃഗങ്ങളില്ല, മനുഷ്യവാസമില്ല, കേവലം പാറക്കൂട്ടങ്ങൾ മാത്രമായിരുന്ന വിജനമായ മക്ക. ആ മക്കയിലാണ് ഹാജറ ബീവിയുടെ കയ്യിൽ ഒരു തോൽപാത്രത്തിൽ ഒരൽപ്പം വെള്ളവും മറ്റൊരു തോൽപാത്രത്തിൽ ഒരൽപ്പം ഈത്തപ്പഴവും കൊടുത്ത് പ്രിയപ്പെട്ട ഭർത്താവ് യാത്രയാകുന്നത്. പിന്നിൽ നിന്ന് ഭാര്യ ചോദിച്ചു, അല്ല, ഈ വിജനമായ സ്ഥലത്ത് ഞങ്ങളെ തനിച്ചാക്കി എങ്ങോട്ടേക്കാണ് അങ്ങ് യാത്രയാകുന്നത്? ഒരു മറുപടിയും കൊടുത്തില്ല. ഒന്നും പറയാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ നടക്കുമ്പോ പിന്നിൽ നിന്ന് വീണ്ടും ഹാജറ ബീവിയുടെ ഒരു ചോദ്യം, അല്ലാഹു അമറക്, അല്ലാഹുവാണോ നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചത്?
ഇങ്ങനെ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലാഹുവാണോ? ഇത് റബ്ബിന്റെ ആജ്ഞയാണോ? ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണോ? അതേ എന്ന അർത്ഥത്തിൽ തലകുലുക്കിയ ഇബ്രാഹിം നബി മുന്നോട്ട് നടന്നു നീങ്ങുമ്പോ ഹാജറ ബീവി പിന്നാമ്പുറത്ത് നിന്ന് പറഞ്ഞൊരു വചനമുണ്ട്, ഇദല്ലാ യുളയ്യനാ. ഇബ്രാഹിം നബിയെ, പ്രിയപ്പെട്ട ഭർത്താവേ, അങ്ങ് ഞങ്ങളെ തനിച്ചാക്കി പോയാലും അല്ലാഹുവാണോ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എങ്കിൽ ഞങ്ങൾക്കൊരാപത്തും വരില്ല, അങ്ങ് ധൈര്യമായി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ വിശ്വാസദാർഢ്യത്തിന്റെ പ്രതീകമായ ഹാജറ ഉമ്മ വളർത്തിയ മോനാണ് സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്റെ വഅദ് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ആലക്കാട്ടെ ഈ വഅദിന്റെ മജ്ലിസിലുള്ള എന്റെ വഅദ് കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളുടെ മക്കൾ ഇസ്മായിലുമാരാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഹാജറമാരാവാൻ നിങ്ങൾക്ക് സാധ്യമാകണമെന്നാണ് നിങ്ങളോട് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്. മക്കൾ ഇസ്മായിലുമാരാവണം, അനുസരണയുള്ള മക്കളാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഹാജറയാവാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലാഹുവിനെ പേടിയുള്ള, പടച്ച റബ്ബിനെ ഓർമ്മയുള്ള, സദാ സമയവും അവന്റെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന, അവന് സുജൂദ് ചെയ്യുന്ന, അവന്റെ സ്മരണയിൽ അലിയുന്ന ഒരു പതിവ്രതയായ, ഒരു സ്വാലിഹത്തായ ഉമ്മയായി മാറാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലാഹു അതിന് നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തിയ ഒരു മകൻ ഇതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തിയ ഒരു മോൻ ഇതാണ്, ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഉമ്മ അനുസരണയുള്ള, അല്ലാഹുവിനെ പേടിയുള്ള ഉമ്മയായതുകൊണ്ട് ആ മകൻ അത്ര വലിയ അച്ചടക്കമുള്ള മോനായി മാറി എന്നതാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു മകനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതും ഒരു പ്രവാചകന്റെ മകനാണ്. ആരാണത്? കൻആൻ എന്ന് പറയും. ആരാണ് പ്രവാചകൻ? സയ്യിദുനാ അബുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലേ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 കൊല്ലം സമുദായത്തോട് വഅദ് പറഞ്ഞ, ലോകം കണ്ട മഹാനായ പ്രവാചകനാണ്. 950 കൊല്ലം സമുദായത്തോട് വഅദ് പറഞ്ഞ പ്രവാചകൻ. 950 കൊല്ലം വഅദ് പറഞ്ഞിട്ട് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അങ്കുലി പരിമിതമായ ആളുകൾ, വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് പരിശുദ്ധ ദീനിന്റെ തീരത്തേക്ക് കടന്നു വന്നത്. അപ്പോഴാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാനം നിരാശനായി റബ്ബിനോട് ദുആ ചെയ്തത്, പടച്ചോനെ, ഒരൊറ്റ എണ്ണത്തിന് നീ ബാക്കി വെച്ചേക്കല്ല റബ്ബേ. അങ്ങനെയാണ് ലോകം കണ്ട വലിയ ജലപ്രളയം ഉണ്ടായത്. ആ ജലപ്രളയത്തിൽ പ്രിയപ്പെട്ടവരെ മുഴുവൻ ആളുകളും നശിച്ചു പോയതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ലോക ചരിത്രത്തിൽ ആദ്യത്തെ കപ്പലുണ്ടാക്കി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കപ്പലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ട മകൻ കൻആനിനെ കാണാനിടയായത്. കൻആൻ ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോവാൻ, ആ വലിയ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. മകനെ കണ്ടപ്പോ ദയാലുവായ, കൃപാലുവായ പിതാവ് പ്രിയപ്പെട്ട മകനോട് പറഞ്ഞു, മോനെ, ഖാല യാ ബുനയ്യ ഇർകം മഅനാ. മോനെ, എന്തിനാണ് മോനെ ഇങ്ങനെ ഈ ജലപ്രളയത്തിൽ മുങ്ങി നശിക്കാൻ പോകുന്നത്? ഈ കപ്പലിൽ കയറിക്കൂടെ മോനെ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ ഒന്ന് വിശ്വസിച്ചുകൂടെ മോനെ എന്ന് കൃപാലുവായ, ദയാലുവായ പിതാവ് പ്രിയപ്പെട്ട മകനോട് കേണപേക്ഷിക്കുമ്പോഴും, ഖാല സആവി ഇലാ ജബലി യഅ്സിമുനി മിനൽ മാ. ഇല്ല വാപ്പാ, നിങ്ങളുടെ കപ്പലിൽ ഞാൻ കയറൂല്ല. നിങ്ങൾ പ്രവാചകനാണെന്ന് എനിക്ക് വിശ്വാസമില്ല. നിങ്ങളുടെ റബ്ബിൽ എനിക്ക് വിശ്വാസമില്ല. നിങ്ങളുടെ അല്ലാഹുവിലും എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ ധിക്കാരിയായ മകൻ കൻആൻ
അത് പറഞ്ഞു തീരേണ്ട താമസം ഫഹാല ബൈനഹുമൽ മൗജ്, ആ മകന്റെയും ബാപ്പയുടെയും ഇടയിൽ വലിയ തിരമാല വന്ന് മറയിടുകയാണ്. ആ മകൻ ആ തിരമാലയിൽ മുങ്ങി നശിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ മകൻ ഇത്ര വലിയ ധിക്കാരിയും അഹങ്കാരിയുമായി മാറാനുള്ള കാരണം, ആ മകന്റെ ബാപ്പ പ്രവാചകനാണെങ്കിൽ പോലും ആ മകനെ വളർത്തിയ ഉമ്മ മോശക്കാരിയായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ഉണ്ടോ? ആ മകന്റെ ബാപ്പയും പ്രവാചകനാണ്. നേരത്തെ ഇസ്മായിൽ എന്ന മകന്റെ ബാപ്പ പ്രവാചകനായതുപോലെ ഈ മകന്റെ ബാപ്പയും പ്രവാചകനാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഉമ്മ മോശക്കാരിയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെ പറ്റി ഖുർആൻ പറഞ്ഞില്ലേ? ഫഖാനതാഹുമാ നൂഹ് നബിയുടെ ഭാര്യയും ലൂത്ത് നബിയുടെ ഭാര്യയെ പറ്റി ഖുർആൻ പറഞ്ഞു. അവർ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാർ, അവർ രണ്ടുപേരും അവരവരുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചവരാണ്, ഒറ്റുകാരികളാണ്. ഭർത്താക്കന്മാരെ വഞ്ചിച്ചവരാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അവരുടെ ഭർത്താക്കന്മാരെ അവരവരുടെ സമുദായത്തിന് ഒറ്റിക്കൊടുത്തു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒറ്റിക്കൊടുത്തു, ഒറ്റുകാരായിരുന്നു രണ്ട് ഭാര്യമാരും. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ഒറ്റുകാരിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒറ്റുകാരിയായ മോശക്കാരിയായ ഉമ്മ വളർത്തിയ മോനാണ് കൻആൻ. അതുകൊണ്ടാണ് അവൻ എത്ര വലിയ അഹങ്കാരിയായത് എന്ന് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ആദ്യമായി ചെയ്യേണ്ടത്, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കുണ്ടാകാൻ പോകുന്ന മക്കൾക്ക് നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കുന്നവനാവണം. നമ്മൾ സ്വീകരിക്കുന്ന ഇണ അവൾ അല്ലാഹുവിനെ പേടിയുള്ള ഭക്തയായ മതബോധമുള്ള ഇണയാവണമെന്നർത്ഥം. മഹാനായ അബുൽ അസ്വദ് ദുഅലി എന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ കാണാം, അബുൽ അസ്വദ് ദുഅലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞു, മക്കളെ, ഞാൻ നിങ്ങൾക്കൊരുപാട് നന്മ ചെയ്തിട്ടുണ്ട് മക്കളെ. നിങ്ങളുടെ കുട്ടിക്കാലത്തും നിങ്ങളുടെ യൗവനഘട്ടത്തിലുമെല്ലാം പോരാ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പും ഞാൻ നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് മക്കളെ എന്ന് മക്കളോട് മഹാനായ അബുൽ അസ്വദ് ദുഅലി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മക്കള് ചോദിച്ചു പ്രിയപ്പെട്ട പിതാവിനോട്, അല്ല വാപ്പാ, ഞങ്ങൾക്കറിയാം അങ്ങ് ഞങ്ങൾക്കൊരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത്, ഞങ്ങളുടെ യൗവന സമയത്ത്, ഞങ്ങളുടെ ബാല്യ കൗമാരഘട്ടത്തിലെല്ലാം അങ്ങ് ഞങ്ങൾക്കൊരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എന്നത് വസ്തുതയാണ്, അത് ഞങ്ങൾ അനുഭവിച്ച കാര്യമാണ്. പക്ഷേ വകൈഫ അഹ്സൻത ഇലൈനാ ഖബ്ല അൻ നൂലദ യാ അബാനാ, വാപ്പാ, എങ്ങനെയാണ് വാപ്പാ ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് അങ്ങ് ഞങ്ങൾക്ക് ചെയ്തത് ഗുണം എങ്ങനെയാണ്, അങ്ങ് ഞങ്ങളോട് എങ്ങനെയാണ് ഗുണം ചെയ്തത് വാപ്പാ എന്ന് ഒന്ന് പറഞ്ഞു തന്നാലും എന്ന് പ്രിയപ്പെട്ട മക്കൾ അബുൽ അസ്വദ് ദുഅലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ അബുൽ അസ്വദ് ദുഅലി റളിയല്ലാഹു അൻഹു അതിന് നൽകിയ മറുപടി ഇങ്ങനെയാണ്, മക്കളെ, ഖദ് ഖതർതു ലക്കും മിനൽ ഉമ്മഹാതി മല്ലാ തുസബ്ബൂന ബിഹാ, ഒരിക്കലും നിങ്ങളെ പറയിപ്പിക്കാത്ത, നിങ്ങൾക്ക് നന്മ മാത്രം പഠിപ്പിച്ചു തന്ന നല്ലൊരു ഉമ്മയെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ഇണ അഥവാ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, അവർ നല്ല അച്ചടക്ക ബോധമുള്ള മതബോധമുള്ള പെണ്ണാണ്. അങ്ങനെ ഒരു നല്ല ഉമ്മയെ തിരഞ്ഞെടുക്കുക വഴി നിങ്ങൾ ജനിക്കുന്നതിനു മുമ്പേ ഞാൻ നിങ്ങളെ നന്നാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് അബുൽ അസ്വദ് ദുഅലി റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ മക്കളെ നന്നാക്കിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അവർക്ക് നമ്മൾ നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. നല്ലൊരു ഉമ്മയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സഹോദരിമാരെ ഒക്കെ അല്ലാഹു സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മക്കളെ അല്ലാഹു സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
അള്ളാഹു സ്വാലിഹാത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മാഷാ അല്ലാഹ്, നല്ല സദസ്സാണ്. അള്ളാഹു ഈ സദസ്സ് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. മാഷാ അല്ലാഹ്, നല്ല സദസ്സാണ്. ഒരുപാട് കുട്ടികളുണ്ട്, പ്രായമുള്ള ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അതിലേറെ ധാരാളം ഉസ്താദന്മാരുണ്ട്. വന്ന ഉടനെ ഉസ്താദിനോട് പറഞ്ഞു, എന്നെ ക്ഷണിച്ച ഉസ്താദ് പറഞ്ഞു ധാരാളം ഉസ്താദന്മാർ ഇവിടെയുണ്ട് എന്നുള്ളത്. മാഷാ അല്ലാഹ്, ഒരു നാടിന്റെ വലിയ നന്മയാണ് നാട്ടിൽ കുറെ ഉസ്താദന്മാർ ആലിമീങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. മാഷാ അല്ലാഹ്, ഈ നാട് അനുഗ്രഹീതമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇനിയും തലമുറകളിലൂടെ ആ ഒരു നന്മ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. തലമുറകളിലൂടെ ആ നന്മ ഇവിടെ നിലനിൽക്കണം. അതിനെന്ത് വേണം? എന്ത് വേണം? ഈ വളർന്നു വരുന്ന മക്കളിൽ പലരും ആലിമീങ്ങളാവണം, അല്ലെ? നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ ഇഷ്ടം പോലെ സ്ഥാപനങ്ങളുണ്ട്, അറബിക് കോളേജുകളുണ്ട്, അക്കാദമികളുണ്ട്. പഴയകാലം പോലെയല്ല. ഞാനൊക്കെ കോളേജിൽ പോയത് 150 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്തിട്ടാണ്. എന്റെ 11ാമത്തെ വയസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 11ാമത്തെ വയസ്സിൽ എത്ര ചെറുപ്പകാലത്ത് 150 കിലോമീറ്റർ അകലെ അവിടെ പോയി ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ലീവ് കിട്ടുക. എന്തൊരു സങ്കടാണ്. ഓരോ ദിവസവും കരയാത്ത ദിവസങ്ങളില്ല. ഉമ്മയെ ഓർത്ത്, നാടിനെ ഓർത്ത്, ജ്യേഷ്ഠനെ ജ്യേഷ്ഠത്തിമാരെയൊക്കെ ഓർത്തിട്ട് കരഞ്ഞിരുന്ന കാലം, അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിരുന്ന കാലം. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലൊക്കെ ഇഷ്ടം പോലെ സ്ഥാപനങ്ങളാണ്, അല്ലെ? എത്ര അറബിക് കോളേജുകൾ, എത്ര അക്കാദമികൾ, ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ, മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നിരവധി ഇന്ന് നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലൊക്കെ. ഒരു പഞ്ചായത്തിൽ എന്ന പോലെ നമ്മുടെ നാടുകളിൽ ഇന്ന് സ്ഥാപനങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ ചെന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പഠിക്കണം. അവരെ പഠിപ്പിക്കാൻ ഉമ്മമാരെ, മാതാപിതാക്കളെ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിച്ച നമ്മുടെ മക്കൾ അള്ളാഹുവിനെ പേടിയുള്ള നല്ല മക്കളായി, ആലിമീങ്ങളായി, ദീനി പ്രബോധകരായി മാറണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ ആക്കണില്ലല്ലോ പഠിച്ചോനെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നല്ല സദസ്സാണ്. മാഷാ അല്ലാഹ്, ആലിമീങ്ങൾ ഇവിടെയുണ്ട്, ഒരുപാട് ഉസ്താദന്മാരുണ്ട്. പുതിയ തലമുറയിലും ഉസ്താദന്മാര് വേണം, മക്കളെ ആലിമീങ്ങളാക്കാൻ. ഉമ്മമാരെ നിങ്ങൾ തയ്യാറാവണം. ഉമ്മമാരെ നിങ്ങൾ മനസ്സ് കാണിക്കണം. ഒരു മകനെയെങ്കിലും ഹാഫിളാക്കിയാൽ ഉൽബിസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ എന്നാണ് കളവ് പറയാത്ത നാവ് കൊണ്ട് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു മകനെ ഒരു ഉമ്മ, ഒരു ബാപ്പ ഹാഫിളാക്കിയാൽ ആ മാതാപിതാക്കൾ നാളെ സ്വർഗീയ കിരീടം ധരിപ്പിക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എങ്ങനെ ഒരു മകനെ ഹാഫിളാക്കിയാൽ ആ മാതാപിതാക്കൾക്ക് നാളെ സ്വർഗീയ കിരീടം ധരിപ്പിക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. മാത്രമല്ല, ആ ഹാഫിളായ മകന് തന്റെ കുടുംബത്തിലെ 20ഓളം ആളുകളെ സ്വർഗത്തിലേക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ടാവും, ശഫാഅത്ത് ചെയ്യാൻ. പഠിച്ചോനെ, ഇതെന്റെ ഉമ്മയാണ്, ഇതെന്റെ വാപ്പയാണ്, ഇതെന്റെ ജ്യേഷ്ഠനാണ്, ഇതെന്റെ അനുജനാണ്, ജ്യേഷ്ഠത്തിയാണ്, അനുജത്തിയാണ്, എന്റെ പെങ്ങളാണ്. അല്ലാ, ഇവരെ നീ സ്വർഗത്തിൽ കടത്തണേ റബ്ബേ എന്ന് പറയാനുള്ള ഒരു പ്രത്യേകമായ ഒരു അധികാരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹാഫിളായ മകന് നൽകുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉമ്മമാരെ ഹാഫിളാക്കണം, അല്ലെ? ഹാഫിളിങ്ങളില്ലേ ഈ നാട്ടില്? ഇല്ലേ? ഉണ്ടോ? മാഷാ അല്ലാഹ്. അല്ലെ, ഇന്ന് ആൺകുട്ടികളെ മാത്രമല്ല, പെൺകുട്ടികളെയൊക്കെ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അല്ലെ? ഇഷ്ടം പോലെ പെൺകുട്ടികളെയൊക്കെ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ തന്നെ കോഴ്സുകളുണ്ടല്ലേ? സനാഇയ്യ, നമുക്കറിയാം, SNEC, ആ കോഴ്സുകൾ നൽകപ്പെടുന്ന സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അത്തരം സ്ഥാപനങ്ങളിലേക്കൊക്കെ പറഞ്ഞയച്ച് ദീനിന്റെ ഖാദിമീങ്ങളും ഖാദിമാത്തുകളും ഒക്കെ ആയി നമ്മുടെ പ്രിയപ്പെട്ട മക്കള് മാറണം ഇൻഷാ അല്ലാഹ്. അതിന് നമ്മൾ അവരെ പഠിപ്പിക്കണം. അതിനുള്ള അവസരം നമ്മുടെ നാടുകളിലുണ്ട്. നമ്മൾ ആ അവസരം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണ്.
രണ്ടാമതായി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നന്നാവാൻ അവരുണ്ടാകുന്നതിന് മുമ്പേ, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മൾ നടത്തേണ്ട ശ്രമങ്ങളിൽ രണ്ടാമത്തേത് ഉലമാ പഠിപ്പിക്കുകയാണ്, നമുക്ക് ഹലാലായ വരുമാന മാർഗമുണ്ടാവുക എന്നതാണ്. ഹലാലായ വരുമാന മാർഗമുണ്ടാവുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ പെണ്ണിട്ടുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു റാഹത്തുള്ളൊരു ജോലി ഉണ്ടാവുക, ഹലാലായ വരുമാനം, പണം നമ്മുടെ കയ്യിലെത്തുന്ന ജോലി അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടാവുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. ഭാര്യ മക്കളെ പോറ്റി വളർത്തണമല്ലോ, അതിനെന്ത് വേണം? പണം വേണം. ആ പണം നമ്മുടെ കയ്യിലെത്തുന്നത് ഹലാലാവണം. ഹലാലാവണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അല്ലെ? അതൊക്കെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട്? കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബി. ഹറാം തിന്ന് വളർന്ന ശരീരം, ആ ശരീരത്തോട് ഏറ്റവും ബന്ധപ്പെട്ടത് നരകമാണ് എന്ന് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഹറാമത്തെന്ന് വളർന്ന ശരീരം ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത് നരകത്തോടാണ് എന്ന് പറഞ്ഞാൽ, ഹറാമത്തെന്ന് വളർന്ന ശരീരത്തിൽ നിന്ന് നരകത്തിൽ പോകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവാനേ ഇടയുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആ ശരീരത്തിൽ നിന്ന് നരകത്തിൽ കിടക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് മക്കളുടെ പള്ളകളിലേക്ക് ഹലാലാവണം ചെന്നെത്തേണ്ടത്. ഹലാലായ വരുമാന മാർഗം കണ്ടെത്തണം പ്രിയപ്പെട്ടവരെ, അത് വളരെ പ്രധാനമാണ്. സമയത്തിന്റെ ദൗർലഭ്യം മാനിച്ചുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പഴയ കാലത്തൊക്കെ അതൊക്കെ വളരെയേറെ സൂക്ഷിച്ചിരുന്ന ആളുകളാണ് മുൻഗാമികളൊക്കെ. ഇന്ന് ആ സൂക്ഷ്മതയൊക്കെ പോയി, അല്ലേ? ഇന്ന് അതൊക്കെ പോയി. കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം വായിച്ചിട്ടുള്ളവരാണ് നമ്മൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ ദീർഘമായ 2.5 പതിറ്റാണ്ട് കാലത്തെ അമരക്കാരനായിരുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. കണ്ണിയത്ത് ഉസ്താദ് ഒരു വീടിന്റെ ഉദ്ഘാടനം നടക്കുമ്പോ ചെറുപ്പക്കാരൻ നിർബന്ധിച്ച് ആ വീട്ടിലേക്ക് പോവാൻ. വീടിന്റെ കുടിയിരിക്കൽ, ഇവിടെ എന്താ പറയാ? കുടിയിരിക്കൽ എന്നല്ലേ പറയാ ഉസ്താദ്? അല്ലേ? കുടിയിരിക്കൽ. ചില നാടുകളിലൊക്കെ കുറ്റൂഷൻ എന്ന് പറയും, അല്ലെ? കുറ്റൂഷൻ. ഞങ്ങളെ നാട്ടിൽ കുടിയാവുക എന്നാ പറയാ. കുടിയാവുക, കുടിയാവുക. ചില നാടുകളിൽ കുടിയൽ എന്ന് പറയും, കുടിയിരിക്കൽ എന്ന് പറയും. 6 നാട്ടിൽ 100 ഭാഷയാണല്ലോ, പല പ്രയോഗങ്ങളാണ്. ഏതായാലും കുടിയിരിക്കലിന് ചെന്നു മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. ഞാനിത് വെറുതെ പറയാൻ തോന്നല്ലോ പഠിച്ചോനെ, നിങ്ങളൊന്നും എൻ്റെ കൂടെ ഇല്ലാന്ന് തോന്നിട്ടാ. പ്രത്യേകിച്ച് സഹോദരിമാർ ഈ ഭാഗത്തൊക്കെ ഭയങ്കര ശബ്ദം. അവിടെ വോളണ്ടിയേഴ്സ് ഇല്ല ഉസ്താദെ? ഉണ്ടോ? ആ വോളണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കട്ടെ, ആ മക്കളെ കൊന്ന്. ഞാനിത് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ, പിന്നെ വയലിലേക്ക് കടന്നാൽ പിന്നെ വീണ്ടും കുട്ടികൾ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുകയാണല്ലേ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം കൂടെ ആദരണീയരായ സയ്യിദ് അവറുകൾ ഇൻഷാ അല്ലാഹ് ഏതാനും സമയത്തിനകം എത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വന്ന വിഷയം പറയാനല്ലേ? കുഴപ്പമില്ലല്ലോ. ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ കുറഞ്ഞ സമയം കൂടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉറക്കാമ്യം പറയും, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ദണ്ണം വഭാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹു മുഹമ്മദുർ. ദാഹം മൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ. റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആ വീടിന്റെ പരിസരത്ത് ചെന്നെത്തുകയാണ്. മനോഹരമായ ആ വീടിങ്ങനെ നോക്കിക്കാണുകയാണ്.
എന്നിട്ട് കണ്ണിയത്ത് ഉസ്താദ് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല മോനെ, എന്താണ് നിനക്ക് ജോലി? ഇന്നതാണ് ജോലി. എത്ര കാലമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ശമ്പളം എത്രയാണ്? കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഈ വീടിന്റെ നിർമ്മാണത്തിന് എത്രയാണ് ചെലവഴിച്ച തുക? ആ ചെറുപ്പക്കാരൻ അതിന്റെ തുക അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ആ ചെറുപ്പക്കാരന് ലഭ്യമാകാൻ സാധ്യതയുള്ളതിനേക്കാൾ കൂടുതലാണ് ഈ വീട് നിർമ്മിക്കാൻ ചെലവഴിച്ച തുക. ജോലി ചെയ്ത് ആ ചെറുപ്പക്കാരന്റെ കയ്യിലെത്തുന്ന സംഖ്യയേക്കാൾ കൂടുതലാണ് ആ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ച സംഖ്യ എന്നതിനാൽ ഉസ്താദ് ചോദിച്ചു, ഈ വീട് നിർമ്മിക്കാനുള്ള സംഖ്യ എവിടെ നിന്നാണ് ബാക്കി തുക ലഭിച്ചത്? നിനക്ക് ഇത്ര കൊല്ലം ഇത്ര ശമ്പളത്തിന് നീ ജോലി ചെയ്താൽ നിനക്ക് ലഭ്യമാകുന്ന തുക ഇത്രയാണ്. വീട് നിർമ്മിക്കാൻ അതിലേറെ സംഖ്യ നീ ചെലവഴിച്ചിരിക്കുന്നു. എവിടെ നിന്നാണ് ബാക്കിയുള്ള സംഖ്യ ലഭിച്ചത്? കൃത്യമായി മറുപടി നൽകാൻ ആ ചെറുപ്പക്കാരന് കഴിയാതെ വന്നപ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഈ വീട് തുറന്നു തരാൻ, ഈ വീടിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കണ്ണിയത്ത് അഹമ്മദിന് സാധ്യമല്ല. പിടിച്ചോ ഇന്ന് ആ ചാവി എന്ന് പറഞ്ഞ് ആ ചാവി തിരിച്ചു കൊടുത്ത് ആ വീടിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാതെ തിരിച്ചുപോയി എന്ന് ഉസ്താദിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ സഹോദരങ്ങളെ, അതൊക്കെ പഴയ കാലത്ത് നമ്മൾ കണ്ടിരുന്ന ഒരു സൂക്ഷ്മതയാണ്. അപ്പൊ ഹലാലായ വരുമാന മാർഗം, നമ്മുടെ പള്ളയിൽ ഹറാമ് കടന്നു പോകാതിരിക്കാനുള്ള വലിയ ജാഗ്രത, നിതാന്ത ജാഗ്രത പുലർത്തേണ്ടത് ഉമ്മമാരെ, വാപ്പമാരെ നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഭക്ഷണം ഹലാലാവണം, എന്നാലേ നമ്മുടെ മക്കൾ നന്നാവാനിടയുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ സ്വതക്കയുടെ ഈത്തപ്പഴം ഇങ്ങനെ വിതരണം ചെയ്യുകയാണ്. സ്വതക്കയുടെ കാരക്കയും ഈത്തപ്പഴവും വിതരണം ചെയ്യുകയാണ്. സ്വതക്കയുടെ ഈത്തപ്പഴം അതൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യുന്നതിനിടയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളത്ത് തന്റെ പ്രിയപ്പെട്ട പേരമകൻ ഹസൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന്റെ വിതരണം എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാൻ പേരമകനെ തന്റെ തോളത്ത് കമിഴ്ത്തി കിടത്തി മുത്തുനബി തങ്ങൾ തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ആ പേരക്കുട്ടിയുടെ വായയിൽ നിന്ന് ഹബീബിന്റെ ശരീരത്തിലേക്ക് ഒരു തുള്ളി ഉമിനീരുറ്റി വീഴുകയാണ്. ആ ഉമിനീര് ഈത്തപ്പഴം കലർന്ന ഉമിനീരാണ്. ഈത്തപ്പഴം കലർന്ന ഉമിനീരാണ്. മുത്തുനബി തങ്ങൾ കുട്ടിയുടെ വായയിലേക്ക് കൈയിട്ടു. ആ ഈത്തപ്പഴം താഴേക്ക് വലിച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു, മോനെ, നിനക്കറിയില്ലേ അന്നാ ലാ നഅകുലു സ്വദഖാ, മോനെ, സ്വതക്കയുടെ ഈത്തപ്പഴം നമുക്ക് തിന്നാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ മോനെ എന്ന് പറഞ്ഞ്, ചെറിയ മോനാണ്, ചെറിയ വയസ്സാണ്, ആ കുട്ടിയെ പോലും ശകാരിക്കുകയാണ്. പാടില്ലെന്ന് നിനക്കറിയില്ലേ? സ്വതക്കയുടെ മുതൽ നമുക്ക് അനുവദനീയമാവില്ല എന്ന് നിനക്കറിയില്ലേ എന്ന് ഹബീബായ മുത്തുനബി തങ്ങൾ ഗൗരവത്തോടെ ആ പിഞ്ചു പൈതലിനെ ശകാരിക്കുകയാണ്. നോക്കൂ, നമ്മൾ എത്രമേൽ മനോഹരമായ ഹബീബായ മുത്തുനബി തങ്ങളുടെ ഒരു രീതിയാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, അല്ലെ? നബി കുടുംബത്തിന് സ്വതക്കയുടെ മുതൽ പാടില്ല. സ്വതക്കയുടെ മുതൽ പാടില്ലല്ലോ. മുത്തുനബി തങ്ങളുടെ കുടുംബത്തിന് പാടില്ല. അവർക്ക് പറ്റുന്നത് ഹദിയ മാത്രമാണ്, അല്ലെ? തങ്ങന്മാർക്ക് ഹദിയ കൊടുക്കാം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഹദിയ ഹദിയ എന്ന് പറഞ്ഞാൽ ഒരാളെ റെസ്പെക്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഹദിയ എന്ന് പറയാം. നമ്മൾ ആളുകളെ ബഹുമാനിച്ചു കൊടുക്കൂലേ? ഇപ്പൊ സ്നേഹാദരവ് നൽകും. നമ്മൾ ചില മൊമന്റോകൾ നൽകാറുണ്ട്, അല്ലെ? ഇതുപോലെയുള്ള വേദികളിൽ നമ്മൾ 50 വർഷം നമ്മുടെ മദ്രസയിൽ പഠിപ്പിച്ച ഒരു ഉസ്താദിന് മൊമന്റോ നൽകുന്നു, അല്ലെ? സ്നേഹാദരവ് നൽകുകയാണ്. ഒരു മഹല്ലത്തിന്റെ സ്നേഹാദരം എന്താണത്? അതൊരു ഗിഫ്റ്റാണ്, അതൊരു ആദരവാണ്. ഹദിയ എന്ന് പറയും. അങ്ങനെ ഹദിയകൾ സയ്യിദന്മാർക്ക് നൽകാം, അവർക്ക് സ്വതക്കകൾ നൽകാൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ട്? സ്വതക്കകൾ നൽകുമ്പോ നൽകുന്നയാള് മീതയും സ്വീകരിക്കുന്നയാൾ ഒരൽപ്പം താഴെയും ആകുന്നുണ്ട് എന്നതാണ്. സ്വതക്കകൾ നൽകുമ്പോ നൽകുന്നയാൾ മീതയും വാങ്ങുന്നയാൾ താഴെയുമാകുന്നു എന്നാണ്.
അതുകൊണ്ട് തന്നെ മുത്തുനബിയും അവിടുത്തെ കുടുംബവും ഒരിക്കലും താഴെയാവാൻ പാടില്ല എന്നതാണ്. സ്വതക്കകൾ നബി കുടുംബത്തിന് കൊടുക്കാൻ പാടില്ല എന്നതിന്റെ രഹസ്യം അതാണ് എന്ന് ഉലമാ പഠിപ്പിക്കുന്നുണ്ട്. അവര് താഴെയാവാൻ പാടില്ല. അപ്പൊ അവർക്ക് ഹദിയ കൊടുക്കാം. ഹദിയ എന്ന് പറയുന്നത് അവരെ റെസ്പെക്ട് ചെയ്ത് ബഹുമാനിച്ചു കൊടുക്കുന്നതാണ്. അവിടെ അവർ മേലെയാവുകയാണ് ചെയ്യുക. കൊടുക്കുന്നയാളെക്കാളും മേലെയാവുകയാണ് ആ ഹദിയ സ്വീകരിക്കുന്നയാൾ. അവർ മേലെയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് തങ്ങന്മാർക്ക് ഹദിയ കൊടുക്കാമെന്ന് പറയുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും വലിയ വരുമാനം എന്താ? റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു ജോലി ഉണ്ടായതായിട്ട് ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല, അല്ലെ? റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിയുടെ കച്ചവട സംഘത്തെ നയിച്ചു കൊണ്ടുപോയി വൻ ലാഭവുമായി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോ മുത്തുനബി തങ്ങളുടെ സത്യസന്ധത കണ്ട് ഖദീജ ബീവി ആകൃഷ്ടയായി ഹബീബായ നബി തങ്ങളുമായി വിവാഹാഭ്യർത്ഥന നടത്തിയെന്നതൊക്കെ ചരിത്രമാണ്. അല്ലാതെ മുത്തുനബി തങ്ങൾക്ക് ഒരു പ്രത്യേകമായ കച്ചവടമോ അല്ലെങ്കിൽ ഒരു ജോലിയോ ഒക്കെ ഉള്ളതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ വരുമാന മാർഗം എന്താ? സ്വഹാബത്ത് കൊടുത്തിരുന്ന ഹദിയ തന്നെയാണ്. സ്വഹാബത്ത് കൊടുത്തിരുന്ന ഹദിയാണ്. സ്വഹാബത്ത് അവരുടെ തോട്ടത്തിൽ എന്തെങ്കിലും ഒരു പഴങ്ങൾ ഉണ്ടായാൽ ആ പഴം കൊണ്ടുവന്ന് കൊടുക്കും. ഇന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഈ കിഴക്കൻ നാടുകളിലൊക്കെ ആ ഒരു പതിവുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറെ ഉസ്താദന്മാർ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ എങ്ങനെ എനിക്കറിയില്ല. ഇല്ലെങ്കിൽ അതൊക്കെ നല്ല ശൈലിയാണ്, ഒക്കെ പാരമ്പര്യമായിട്ടുള്ള ശൈലിയാണ്. ടൗണുകളിലെന്നും ഏതായാലും ആ ശൈലിയൊക്കെ എപ്പോഴേ പോയിട്ടുണ്ട്. ഈ ഉൾഭാഗങ്ങളിലൊക്കെ അതൊക്കെ ആ നന്മകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ആളുകളെ അവരുടെ തോട്ടത്തിൽ പഴങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടായാൽ അതിന്റെ ആദ്യത്തെ ഒരു വിഹിതം പള്ളിയിലെ ഉസ്താദിന് കൊണ്ടുപോയി കൊടുക്കും. ഹദിയയാണ്, റെസ്പെക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു സ്നേഹമാണ്, അതൊരു ആദരവാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വഹാബത്ത് അങ്ങനെ കൊടുത്തിരുന്നു. അതാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും വലിയ വരുമാനവും, അതാണ് ഹദിയയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആമീൻ ആമീൻ. ഓർക്കെ പറയാം, അല്ലാഹു നല്ല ബോധം നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പേരമകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് അന്നാ ലാ നഅകുലു സ്വദഖ, നമുക്ക് സ്വദഖയുടെ മുതൽ തിന്നാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ച് പേരമകനെ ശകാരിക്കുകയാണ്. എന്തുകൊണ്ട്? ഹറാം ആ കുട്ടിയുടെ പള്ളിയിൽ ചെല്ലാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നന്നാവാൻ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഹലാലായ വരുമാന മാർഗം ഉണ്ടാവുക എന്നതാണ്. മൂന്നാമതായ ഉലമാ പഠിപ്പിക്കുകയാണ്, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, നല്ല മക്കളെ തരാൻ, നല്ല മക്കളെ തരാൻ, കണ്ണിന് കുളിർമയുള്ള മക്കളെ തരാൻ. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥന അല്ലാഹു നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സൂറത്തുൽ ഫുർഖാനിലൂടെ. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. യാ അല്ലാഹ്, നീ ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകുന്ന ഭർത്താവിനെയും മക്കളെയും നീ ഞങ്ങൾക്ക് തരണേ എന്ന് ദുആ ചെയ്യുന്ന ഉമ്മമാർ. അതുപോലെ അല്ലാഹ്, നീ ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകുന്ന ഭാര്യയെയും നല്ല മക്കളെയും നീ ഞങ്ങൾക്ക് തരണേ എന്ന് ദുആ ചെയ്യുന്ന ചെറുപ്പക്കാർ. ഇവർ രണ്ടുപേരും സ്വർഗാവകാശികളാണ്. ഇവർ രണ്ടുപേർക്കും അല്ലാഹു നൽകുന്നത് സ്വർഗമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്, ഈ രണ്ടുപേർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്നത് സ്വർഗമാണ്, സ്വർഗമാണ്. പ്രിയപ്പെട്ടവരെ, ആർക്കാണ്? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ. ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകുന്ന ഭർത്താവിനെയും നല്ല മക്കളെയും നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ എന്ന് ദുആർക്കുന്നവർ. അല്ലാഹു നമ്മുടെ ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും ഒക്കെ അല്ലാഹു സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.
മാഷാ അല്ലാഹ് ബക്കറ്റുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സംഘാടകര് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും നല്ല പോലെ, നമുക്കറിയാലോ നമ്മുടെ